അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ അവസാനത്തെ പാഠം അഥവാ 10ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 10ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഒരു ഇസ്മിന്റെ കൂടെ ഒരു യാ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്റെ എന്ന് അർത്ഥം ലഭിക്കും. ഉദാഹരണം, ഇസ്മ പേര്, ഇസ്മി എന്റെ പേര്. ദാരിസുൻ വിദ്യാർത്ഥി, ദാരിസി എന്റെ വിദ്യാർത്ഥി. കലമുൻ പേന, കലമി എന്റെ പേന. ഹക്കീബത്ത് ബാഗ്, ഹക്കീബത്തി എന്റെ ബാഗ്. കിതാബ് പുസ്തകം, കിതാബി എന്റെ പുസ്തകം. ഷജറത്ത് മരം, ഷജറത്തി എന്റെ മരം. ബൈത്ത് വീട്, ബൈത്തി എന്റെ വീട്. അഹ് സഹോദരൻ, അഹി എന്റെ സഹോദരി, എന്റെ സഹോദരൻ. അഹ് സഹോദരൻ, അഹി എന്റെ സഹോദരൻ. ഉഖ്ത് സഹോദരി, ഉഖ്തി എന്റെ സഹോദരി. ഇതുപോലെ ഓരോ ഇസ്മും പറഞ്ഞ് കുട്ടികൾ അതിന്റെ കൂടെ യാ ചേർത്തുകൊണ്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പാഠം വായിക്കാം. അദ്രസുൽ ആശിറു പാഠം 10. ഇസ്മി ജാസിമൻ, എന്റെ പേര് ജാസിമാണ്. ഇസ്മി ജാസിമൻ, എന്റെ പേര് ജാസിമാണ്. ഒന്നും കൂടി പറയാം. ഇസ്മി ജാസിമൻ, എന്റെ പേര് ജാസിം ആകുന്നു. ഇതുപോലെ നിങ്ങളെ പേര് ഇങ്ങനെ പറയാൻ പറ്റും. ഇസ്മി ഖദീജ, എന്റെ പേര് ഖദീജയാണ്. ഇസ്മി റാഷിദൻ, എന്റെ പേര് റാഷിദാണ്. അതുപോലെ നിങ്ങളെ പേരെന്താണോ അത് വെച്ചുകൊണ്ട് പറയാം. ഇസ്മി ജാസിമൻ, എന്റെ പേര് ജാസിം ആകുന്നു. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വായിക്കണ ശ്രദ്ധിക്കുക. അന ദാരിസൻ ഫി സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ആകുന്നു. ഹാദ കലമി, ഇത് എന്റെ പേനയാണ്. ഹാദിഹി ഹക്കീബത്തി, ഇത് എന്റെ ബാഗാണ്. ഫിൽ ഹക്കീബത്തി കിതാബൻ, ബാഗിൽ പുസ്തകം ഉണ്ട്. തിൽക ഷജറത്തുൻ, അത് മരമാണ്. അല ഷജറത്തി ഉറാബൻ, മരത്തിന്മേൽ കാക്ക ഉണ്ട്. ദാലിക ബൈത്തി, അത് എന്റെ വീടാണ്. ഫി ബൈത്തി അഹി വ ഉഖ്തി, എന്റെ വീട്ടിൽ എന്റെ സഹോദരനും എന്റെ സഹോദരിയും ഉണ്ട്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഹയ്യ നുക്കമ്മിലു, വരും നമുക്ക് പൂരിപ്പിക്കാം. ഇസ്മി ജാസിമൻ, എന്റെ പേര് ജാസിമാണ്. അന ദാരിസുൻ ഫി സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഫി ഹക്കീബത്തി കിതാബൻ, എന്റെ ബാഗിൽ പുസ്തകമുണ്ട്. ഹാദ അഹി വാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയും ഇതെന്റെ സഹോദരനും സഹോദരിയും ആകുന്നു. നസ്അലു വ നജീബു, നമുക്ക് ചോദിക്കാം, ഉത്തരം പറയാം. മൻ അൻത, നീ ആരാണ്? അന ദാരിസുൻ ഫി സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അയിനൽ കിതാബ്, നിന്റെ പുസ്തകം എവിടെയാണ്? അൽ കിതാബ് ഫിൽ ഹക്കീബത്തി, പുസ്തകം ബാഗിലാണ്. അയിനൽ അബു വൽ ഉമ്മു, പിതാവും മാതാവും എവിടെ? അൽ അബു വൽ ഉമ്മു ഫിൽ ബൈത്തി, പിതാവും മാതാവും വീട്ടിലാണ്. അയിനൽ ഉറാബ്, കാക്ക എവിടെയാണ്? അൽ ഉറാബു അൽ ഷജറ, കാക്ക മരത്തിന്മേലാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാനും ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനും ചോദിക്കും പരീക്ഷയ്ക്ക്. ശ്രദ്ധയോടുകൂടി എഴുതേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത അഭ്യാസത്തിലേക്ക് പോകാം. നക്തുബു അർക്കാമൽ അഅ്ദാദ്, നമുക്ക് എണ്ണം കൊണ്ട് അക്കങ്ങൾ എഴുതാം. ഹംസത്തുൻ, അറബിൽ എങ്ങനെ എഴുതാം എന്ന് പഠിക്കാം. സമാനിയ, സബ്അത്ത് സിത്തത്ത്. ഖംസത്ത് 5, സമാനിയത്ത് 8, സബ്അത്തിന് 7, സിത്തത്തിന് 6. അറബിയിൽ അക്കങ്ങൾ എഴുതൽ
നമുക്ക് പരിശീലിക്കാം. ഇനി അടുത്ത ചോദ്യമാണ് നഖ്റു വനസ്തഅ്മിലുൽ മുഫ്രദാത്തില്ലതി ദറസ്നാ കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിൽ തന്നതുപോലെ നമ്മൾ പഠിച്ച പദങ്ങൾ പ്രയോഗിച്ച് വായിക്കാം. ഇനി നമുക്ക് നമ്മൾ മുൻകഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച പദങ്ങൾ എഴുതി വായിക്കാം. അന ദാരിസുൻ അന ഉസ്താദുൻ. ഹാദാ ദീക്കുൻ ഹാദാ കലമുൻ. ആദിഹി ഷജറത്തുൻ ഹാദിഹി സഗറത്തുൻ. അന്ത ഇബ്നുൻ അന്ത നൂരി. അന്തി ബിൻതുൻ അന്തി ദാരിസത്തുൻ. മാ ഹാദാ മാ ഹാദിഹി. മൻ തിൽക മൻ ദാലിക. ദാലിക ബാമിയ ദാലിക ബുർത്തുകാലൻ. തിൽക തുഫാത്തുൻ തിൽക ബിത്തീഹത്തുൻ. അല യദി സഅത്തുൻ അൽ ഹകീബത്തു അല ത്വാവില. ഫി ബൈതി ദറാജത്തുൻ അൽ മുഅല്ലിമു ഫി സഫി. ഐനൽ കഅബ ഐനൽ ഉമ്മു. ഇതുപോലെ പാഠത്തിൽ പഠിച്ച പദങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് റിവിഷനായി കൊടുത്തതാണ്. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.